അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അങ്ങനെ നമ്മൾ കുറേ കുറേ വർഷം എന്ന് പറയാനില്ല, ഒരു 1.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ ദമാം എയർപോർട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ റാപ്പിങ്ങിനാണ് പോയത്. ആ റാപ്പിങ് 2 സൈഡുണ്ട്. ഫസ്റ്റ് നിങ്ങൾ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ട് വേണം കേട്ടോ പോവാൻ. ഒരു സൈഡ് നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് നേരം നമ്മളോട് ഡ്രൈവർ പറഞ്ഞതുകൊണ്ട് നമ്മൾ സംസാരിച്ച് നേരം കുറച്ച് 25 റിയാലായിട്ടാണ് ഒരു പെട്ടിക്ക്. അങ്ങനെ കുറച്ച് തന്നെന്ന് പറഞ്ഞ് അറിയില്ല കേട്ടോ. അതിന് അത്രേ ഉള്ളൂ. എത്ര ക്ലിയറായിട്ട് വാങ്ങിയാന്നുള്ളത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ദമാം എയർപോർട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടുപോയി. നമ്മൾ 3 പേരും ഉണ്ട്, ഹസ്ബൻഡും വരുന്നുണ്ടായിന്. എനിക്ക് ഇങ്ങോട്ടേക്ക് സൗദിയിലേക്ക് വരുമ്പം വരെ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ തിരിച്ചു പോകുമ്പോൾ ആ ഒരു സമയത്ത് മോള് ചെറുതായിരുന്നു. ഈ സമയത്ത് മോൾ നടക്കുന്നതിൻ്റെ ടൈം ആയതുകൊണ്ട് പിടിച്ചിട്ട് കിട്ടുന്നില്ല. കാരണം അങ്ങനത്തെ കളിയായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ട്രോളി ഉന്തിയിട്ട് പോകുന്നുമില്ല. എന്തോ എൻ്റെ ഉന്തലിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് നോക്കാൻ അടുത്തെത്തിയാലും വെയിറ്റും ബോഡി പാസ് കിട്ടാൻ അവിടെ നിന്ന സമയത്ത് എൻ്റെ മോൾ ഇതിൻ്റെ മേലെ ഓടിക്കയറി. അന്നേരം അവിടെയുള്ളവർ സെക്യൂരിറ്റി വന്നിട്ട് പിടിച്ച് അങ്ങനത്തെ അലമ്പാക്കി കളി. പിന്നെ ഇത് പിടിച്ച് തൂങ്ങി കളിക്കുക, ഓടുക. അയ്യോ, ഇതിൻ്റെ ഉള്ളിലോട്ട് അവർക്ക് ഓടിപ്പോവുക. പക്ഷെ നമ്മൾ പിടിക്കാൻ പോകുമ്പോൾ ചുറ്റി പോകണമല്ലോ. അങ്ങനെ ബോഡി പാസ് കിട്ടി നമ്മൾ അവിടെ ഇരുന്ന്. അപ്പം അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന അതിൻ്റെ ഇടയിൽ എൻ്റെ മോൾ വീണുപോയി. കാരണം ഈ ട്രോളി പിടിച്ച് വലിക്കുമ്പോൾ നടക്കാൻ പറ്റില്ല. പക്ഷെ എത്ര ചോദിച്ചിട്ടും കയ്യിൽ തരുന്നില്ല. നമുക്ക് 3:40 തന്നെയായിരുന്നു ഫ്ലൈറ്റ് പുലർച്ചയ്ക്ക്. അപ്പം നമ്മൾ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ അവിടെ എത്തി. അപ്പോൾ മോൾ അതും വലിച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ സൈഡിലൂടെ നടക്കുന്നുണ്ട്, പക്ഷേ എന്നെ കാണുന്നില്ല. അങ്ങനെ ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം മോൾ എന്താ ചെയ്യുക, മുന്നിൽ നടക്കുന്നവരെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നടക്കുന്നുണ്ടായത്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പുറം നാട്ടിൽ പോയതിന് ശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് എന്താ അറിയുമോ? എൻ്റെ മോള് ഒരു 1:30-2 മണിക്ക് എണീക്കും, പിന്നെ ഉറങ്ങില്ല. പിന്നെ ഓള് ഉറങ്ങണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ ഉറങ്ങാൻ വിടുകയേ ചെയ്യില്ല. പിന്നെ വിശക്കുമെന്ന് പറയും. ഇത് നാട്ടിലെത്തിൻ്റെ സീനാണ് കേട്ടോ. നാട്ടിലെത്തി അങ്ങനെ. അപ്പം അങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ടോ രാത്രി കുട്ടികൾ? ഇപ്പോൾ ഒരാഴ്ചയായി നമ്മൾ എത്തിയിട്ട്, എന്നിട്ടും ഒന്നും റെഡി ആയിട്ടില്ല. എപ്പോഴും ഇതന്നെ, ഒന്നിക്ക് 1:30 ഉറങ്ങും, എന്നിട്ട് 4 മണിക്ക് എണീക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പം പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഉണ്ട് അതുപോലെ തന്നെ മറ്റേ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഛർദ്ദിക്കൽ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഒരു ടൈം? എൻ്റെ മോനെ ഞാൻ ഛർദ്ദിച്ച് മുങ്ങീന്. പിന്നെ നമ്മളെ സീറ്റ് എന്ന് പറഞ്ഞാലില്ലേ, 3 ആൾക്ക് 3 സീറ്റാണ് കിട്ടിയത്. അത് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഒരാൾക്ക് ഹസ്ബൻഡിന് മുന്നിൽ, എൻ്റെ മോൾക്ക് അപ്പുറത്തെ സൈഡ്, ഞാൻ ഇപ്പുറത്തെ സൈഡ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് കിട്ടിയത്. അപ്പം രാവിലെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിന് ആകാശത്ത് വീഡിയോ എടുക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയതിൻ്റെ ഇത് കണ്ടില്ലേ, മഴ. അപ്പം നല്ല മഴയാണ്. ഇവിടെ വന്നത് മുതൽക്കേ നല്ല മഴയാണ്, ഒരു കുറവുമില്ല. അപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വന്നിട്ടിപ്പോൾ എന്താ പറയണ്ടേ, കുടുങ്ങിപ്പോയല്ലോ എന്നായിപ്പോയി. എവിടെയും ഇറങ്ങാൻ പറ്റുന്നില്ല. മഴയല്ലേ, മഴയത്ത് പിന്നെ പുറത്തിറങ്ങിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ് ഇത്രയേ ഉള്ളൂ. ബായ്, അസ്സലാമു അലൈക്കും.